ഓരോ കുഞ്ഞും ജനിക്കുന്നത് 100% കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലായിരിക്കും. പിന്നീട് ഈ കുഞ്ഞിന്റെ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ ഈ കുഞ്ഞിന് ലഭിക്കേണ്ടതായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള പല നീഡ്സ് ഉണ്ടായിരിക്കും. അൺകണ്ടീഷണൽ ലവ്, പ്രൊട്ടക്ഷൻ, സേഫ്റ്റി, പേരൻസിന്റെ അടുത്തുനിന്ന് വാലിഡേഷൻ, അതുപോലെ തന്നെ പേരൻസ് നമ്മളൊന്ന് കാണണം, നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം, നമ്മളൊന്ന് വാലിഡേറ്റ് ചെയ്യണം, നമ്മളൊന്ന് അൺകണ്ടീഷണൽ ആയി നമ്മളൊന്ന് സ്നേഹിക്കണം. ഇതെല്ലാം ഓരോ കുഞ്ഞിനും ലഭിക്കേണ്ട ബേസിക് ആയിട്ടുള്ള നീഡ്സ് ആണ്. പല ബേസിക് നീഡ്സും ലഭിക്കാതെ വരുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വരത്തില്ലേ? ഈ ഗ്യാപ്പിനെയാണ് വോയിഡ് എന്ന് പറയുന്നത്. ഇതൊന്നും പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാതാവുമ്പോൾ കുഞ്ഞുങ്ങൾ അഡൽട്ട് ലൈഫിലെത്തുമ്പോൾ നമ്മളൊരു ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു അഡൽട്ട് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിലും നമ്മുടെ വർക്ക് സ്പേസിലെല്ലാം ഇത് കാണാൻ പറ്റും. എൻ്റെ വോയിഡ് എന്ന് പറയുന്നത് ഐ എം നോട്ട് ഗുഡ് ഇനഫ് ആണ്. കാരണം എൻ്റെ പേരൻസിൻ്റെ അടുത്തൊന്നും എനിക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് കിട്ടിയിട്ടില്ല. അതായത് എൻ്റെ അണ്ടർ ദ സ്കിൻ ഞാൻ ഫീൽ ചെയ്യുന്നത് എന്താണ്? എനിക്കൊട്ടും കഴിവില്ല, ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്ന് ഉള്ളതാണെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് ഈ വോയിഡ് ഞാൻ ഫില്ല് ചെയ്യാൻ ശ്രമിക്കും. അതായത് നമ്മൾ പീപ്പിൾ പ്ലീസ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് നോ പറയാൻ പറ്റണില്ല ആൾക്കാരോട്. ഞാൻ ഇപ്പോൾ ഒരു ഗുഡ് ഗേൾ ഒരു ഇമേജ് കൊണ്ട് നടന്നുകൊണ്ടിരിക്കും. ഓഫീസിൽ ഓവർ ടൈം വർക്ക് ചെയ്യാണ്. കാരണം എൻ്റെ ഉള്ളിലുള്ള ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്ന് പറയുന്ന ആ ഒരു വോയിഡ് ഞാൻ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഞാനത് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാൻ ഓവറായിട്ട് വർക്ക് ചെയ്തിട്ടാണ്. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് വാലിഡേഷൻസ് നമ്മൾ സീക്ക് ചെയ്തുകൊണ്ടിരിക്കും. മറ്റുള്ളവർ പറയണം ഞാൻ ഗുഡ് ഇനഫ് ആണ് എന്നുള്ളത്. അതായത് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്ന് പറയുന്ന ഈ ഒരു വോയിഡ് ഞാൻ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ഞാൻ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതും അൺഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ. പ്രസന്റിങ് ലൈഫിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന, നമ്മൾ ഫേസ് ചെയ്യുന്ന പല പ്രോബ്ലംസിൻ്റെയും ഒറിജിൻ എന്ന് പറയുന്നത് നമുക്ക് ചൈൽഡ്ഹുഡിൽ നിന്ന് ലഭിക്കാതെ പോയിട്ടുള്ള ആ ഒരു ബേസിക് ആയിട്ടുള്ള നീഡ്സ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വോയിഡിൽ നിന്നായിരിക്കും പല പ്രസന്റിങ് ഇഷ്യൂസും നമ്മുടെ ലൈഫിൽ ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കുക.